ഗസയ്ക്ക് മേൽ ഇസ്രായേൽ പുതിയൊരു ആക്രമണം നടത്തിയതായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് മാധ്യമങ്ങളിലൊന്നും കാണുന്നില്ല. ചേട്ടാ, അത് എന്താ അതിനെക്കുറിച്ച് പറയാം? അല്ല, ഗസയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് നടന്നത്. അതായത് ഇസ്രായേൽ സേനയുടെ IDFൻ്റെ 36ാമത് ഡിവിഷൻ്റെ കീഴിലുള്ള 188 ആർമഡ് ബ്രിഗേഡും ഗോലാനി ഇൻഫൻട്രി ബ്രിഗേഡും ചേർന്ന് നടത്തിയ ആക്രമണം. ഇസ്രായേലിൻ്റെ എയർഫോഴ്സും പങ്കെടുത്തു. അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് 1000 തവണ വ്യോമാക്രമണം നടത്തി. ആലോചിച്ച് നോക്കൂ, ഒരു രാത്രി 1000 തവണ വ്യോമാക്രമണം നടത്തി. അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയമാണ്. പൂരം നടക്കുമ്പോൾ നമുക്കറിയാം, ആകാശത്ത് പലതരത്തിലുള്ള വർണ്ണ വെളിച്ചങ്ങളൊക്കെ വാരി വിതറിക്കൊണ്ട് വലിയ സ്ഫോടനം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ്. അവിടെ 1000 തവണയാണ് ഇന്നലെ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ബോംബാക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയുടെ പേര് ഇസ്രായേൽ കാറ്റ്സ് എന്നാണ്. ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇന്നലെ ഗസയുടെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പിടിച്ചെടുത്തു. ആ പ്രധാനപ്പെട്ട ഭാഗം എന്ന് മൊറാഗ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. മൊറാഗിനെ സംബന്ധിച്ച് ഇത്രയും കാലം ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം, ഈ പലസ്തീനികളുമായുള്ള സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഒരിക്കൽ പോലും മൊറാഗ് എന്നുള്ള പ്രദേശത്തേക്ക് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് IDF പോയിട്ടില്ല. ആ സ്ഥലത്തേക്ക് കയറി. ഇതിൻ്റെ പ്രത്യേകത, ഇസ്രായേലിൻ്റെ സൗത്ത് ഭാഗത്തുള്ള മൊറാഗ് കോറിഡോർ എന്ന് പറയുന്ന വിശാലമായൊരു പ്രദേശം, അതായത് സുഫ മുതൽ ഗാസ സ്ട്രിപ്പ് വരെ നീണ്ടു കിടക്കുന്നതിൻ്റെ 15 കിലോമീറ്റർ ഏരിയയാണ് ഈ മൊറാഗ് ഏരിയ. മൊറാഗ് ഏരിയ ചരിത്രത്തിലാദ്യമായി ഇസ്രായേൽ സേന കയറി. എന്തുകൊണ്ടാണ് ഈ ഇത്രയും യുദ്ധം നടന്നിട്ട് ആ ഒരു മേഖല യുദ്ധം നടക്കുമ്പോഴത്തേക്ക് പരസ്പരമുള്ള ധാരണയുടെ ഭാഗത്ത് ചില ഭാഗങ്ങളിലൊന്നും ഇസ്രായേൽ കയറാറില്ല. അപ്പോൾ ഫിലാഡൽഫി കോറിഡോർ എന്ന് പറയുന്ന ഒരു കോറിഡോറുണ്ട്. അത് അവിടെ ആളുകൾക്ക് ഇസ്രായേലിൻ്റെ ഈ ഗസയെ സംബന്ധിച്ച്, ഇപ്പോൾ നമ്മൾ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഒരു സാങ്കല്പിക രാജ്യമാണ്. അതിപ്പം അതിൻ്റെ അകത്ത് ഗസ എന്ന് പറയുന്ന ഇസ്രായേലിനകത്തേക്ക് കയറി കിടക്കുന്ന പ്രദേശം. ഇസ്രായേലിനകത്താണ്, വെസ്റ്റ് ബാങ്ക് പക്ഷെ പുറത്തുമാണ്. അപ്പോൾ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായി ഒറ്റ രാജ്യം എന്ന തരത്തിൽ ഇസ്രായേലിനെ കാണാൻ കഴിയും. അല്ല, ഇസ്രായേലിനല്ല, ഗസയെ അല്ലെങ്കിൽ പലസ്തീനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ദ്വിരാഷ്ട്രം എന്ന് വാദം അല്ലെങ്കിൽ സിദ്ധാന്തമൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ അത് പലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകാൻ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇസ്രായേലിന് ഏറ്റവും വലിയ തലവേദനയാണ് അവരുടെ രാജ്യത്തിനകത്തേക്ക് കയറി കിടക്കുന്ന ഈ ഗസ സ്ട്രിപ്പ്. അപ്പോൾ ഈ ഫിലാഡൽഫി കോറിഡോറിന് സമാന്തരമായിട്ടുള്ള 15 കിലോമീറ്റർ വരുന്ന ഭൂവിസ്തൃതിയുള്ള പ്രദേശമാണ് മൊറാഗ് ഏരിയ. ഈ മൊറാഗ് ഏരിയ ഈ റഫ എന്ന് പറയുന്ന പ്രദേശവും ഖാൻ യൂനുസ് എന്ന് പറയുന്ന പ്രദേശം, ഈ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശം, ഇടനാഴിയാണ്. ഈ മൊറാഗിലൂടെ മാത്രമേ ഖാൻ യൂനുസിൽ നിന്ന് റഫയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓർക്കുന്നുണ്ട്, റഫയെ കുറിച്ച് ബിനു ഓർക്കുന്നുണ്ടാവും. റഫയ്ക്ക് നേരെ ഇസ്രായേലിന്റെ സൈന്യം നീങ്ങിയപ്പോൾ നമ്മുടെ കേരളത്തിലെ ചില സിനിമാ നടന്മാർ വരെ സേവ് റഫ, ഐസ് ഓൺ റഫ. അതിന് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഇന്റലിജൻസ് ഇൻപുട്സ് അനുസരിച്ച് ഹമാസിന്റെ ഭീകരവാദികളുടെ ഏറ്റവും വലിയ താവളം ഈ റഫയാണ്. അവിടെ തകർത്ത് അവരുടെ കമാൻഡുകൾ, ഭൂമിക്കടിയിലുള്ള ആശുപത്രിയുടെ താഴെയൊക്കെ ആയിട്ടാണ് ഭൂമിക്കടിയിൽ ഇവരുടെ കമാൻഡുകൾ ഉണ്ടായിരുന്നത്. അതിന് തന്ത്രപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇസ്രായേലി ടാങ്കുകൾ നീങ്ങിയപ്പോഴാണ് ഇവിടെ പോലും ചിലർക്ക് വേദനയാണ്. മനസ്സിലായില്ല, അവിടെയാണെന്ന് ഇവിടുത്തെ സിനിമാടന്മാർക്ക് പോലും, ഇവിടുത്തെ സിനിമാ നടന്മാർക്ക് പോലും അറിയാമായിരുന്നിരിക്കണം ഒരു പക്ഷേ റഫയിലാണ് ഈ ആളുകൾ ഇരിക്കുന്നത്. പിന്നെ ഖാൻ യൂനിസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഖാൻ യൂനിസ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒളി കേന്ദ്രം റഫ പോലെ തന്നെയായിരുന്നു. അവിടെ വെച്ചാണ് യഹിയ സിൻവറിനെ ഇസ്രായേലി സേന കൊന്നത് ഖാൻ യൂനിസിലാണ്. അപ്പൊ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടനാഴിയാണ് മൊറാഗ് ഇടനാഴി. അതാണിപ്പോൾ ഇന്നലെ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, അതിന്റെ ഒരു ചില ചിത്രങ്ങളും വരുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ആയിട്ടുള്ള, പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് ഈ മൊറാഗ് പിടിച്ചെടുത്തതിന് ശേഷം മൊറാഗിൽ നേരിട്ട് സൈനിക യൂണിഫോമിൽ കാറ്റ്സ് അവിടെ എത്തുന്ന ചിത്രങ്ങളും പുറത്തു വന്നു. ഇസ്രായേലിന്റെ സൈന്യം ഇതുവരെ കയറിയിട്ടില്ലാത്ത ഒരു പ്രദേശം കൂടി അവർ ബഫർ സോണിലേക്ക് മാറ്റി. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, രണ്ട് ഇസ്രായേലും പലസ്തീനികളും അല്ലെ ഹമാസും ഇടപെടാത്ത ഒരു മേഖല. അതിപ്പോൾ ലെബനോൺ അതിർത്തിയിൽ ബഫർ സോൺ ഉണ്ട്. നമ്മൾ ബഫർ സോൺ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് രാജ്യങ്ങളുടെ അല്ല, അവിടേക്ക് സൈന്യ ഇടപെടൽ ഉണ്ടാവത്തില്ല എന്ന തരത്തിലാണ്. ആ ബഫർ സോണിൻ്റെ ഭാഗമായി പോലും അല്ല ഇപ്പോൾ ഈ മൊറാഗിനെ മാറ്റിയിരിക്കുന്നത്. ഇസ്രായേൽ പറയുന്നത് ഞങ്ങളത് ഇസ്രായേലിൻ്റെ ഭാഗമായി മാറ്റിയിരിക്കുന്നു. ഇസ്രായേൽ കാറ്റ്സ് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞങ്ങൾക്ക് ഇൻ്റലിജൻസ് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ വലിയ തോതിൽ പുതുതായിട്ട് ഹമാസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഇപ്പോൾ 20,000-ഓളം ആളുകൾ ഹമാസിൽ ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ ഇതിൻ്റെ മഹാഭൂരിപക്ഷവും നശിപ്പിച്ചിട്ടും, പക്ഷേ വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷം ഇവർ പുതുതായി റിക്രൂട്ട്മെന്റ് നടത്തി
പുതിയ സേനാംഗങ്ങളെ ഉണ്ടാക്കുന്നു, ആയുധം സംഭരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒറ്റ രാത്രി കൊണ്ട് 1000 വ്യോമാക്രമണം നടത്തിയത്. അതിൻ്റെ കാഷ്വാലിറ്റിയുടെ കണക്കുകൾ പുറത്തു വരുന്നത് 49 മരണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇസ്രായേൽ കാറ്റ്സ് പറയുന്നുണ്ട് ഞങ്ങളുടെ സേന, കരസേന പോയി, വ്യോമസേന പോയിട്ട് ഒരു വെടി പോലും ഞങ്ങൾക്കെതിരെ ഉണ്ടായില്ല. അപ്പം നമ്മൾ ഈ ബന്ദികളെ വിട്ടയക്കുന്ന ഇവരുടെ ഒരു സ്റ്റേജ് ഡ്രാമ ഉണ്ടായിരുന്നല്ലോ. ഇസ്രായേൽ ബന്ദികളെ പ്രദർശിപ്പിക്കുന്നു, വലിയ ആഘോഷങ്ങൾ നടത്തുന്നു, എന്നിട്ടാണ് ബന്ദികളെ വിട്ടുകൊടുത്തത്. അന്നേരം നമ്മൾ കാണുന്നത് ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇവരുടെ കറുത്ത യൂണിഫോമൊക്കെ ധരിച്ച ഒരുപാട് ഹമാസ് തീവ്രവാദികൾ നിൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെ കാണില്ല. ഇസ്രായേൽ വീണ്ടും യുദ്ധം ആരംഭിച്ചപ്പോൾ ഇവരെല്ലാം ഒളിവിൽ പോയി. അപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് പറയുന്നുണ്ട് ഈ റഫയ്ക്കുള്ളിൽ ഹമാസിൻ്റെ നീക്കങ്ങൾ വ്യക്തമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മൊറാഗ് പിടിക്കണം. ഞങ്ങൾ മൊറാഗ് പിടിച്ചപ്പോൾ ഞങ്ങൾ ഈ ഖാൻ യൂനിസിനെയും റഫയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുറേയേറെ ടണൽസ് ഞങ്ങൾ കണ്ടുപിടിച്ചു, പുതിയ തുരങ്കങ്ങൾ. അപ്പോൾ ഭൂമിക്കടിയിൽ മുഴുവൻ തുരങ്കങ്ങളുണ്ടായി. എലികളെ പോലെ അല്ലെങ്കിൽ ചിതലുകളെ പോലെയാണ് ഹമാസ്, ഈ ഇസ്ലാമിക ഭീകരന്മാർ, ഇപ്പോൾ ഹിസ്ബുള്ള ലെബനോണിലാണെങ്കിലും, ഇപ്പോൾ ഇറാൻ്റെ ഒരു വീഡിയോ 2 ആഴ്ച മുമ്പ് 2-3 ആഴ്ച മുമ്പ് വന്നിരുന്നു. ഇറാൻ മിസൈലുകൾ ഭൂമിക്കടിയിലുള്ള ടണലുകളിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നും പറഞ്ഞൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ട്രംപിൻ്റെ ഭീഷണി വന്നതിന് ശേഷം. അപ്പോൾ എല്ലാവരും ഇവർ ശ്രമിക്കുന്ന ഭൂമിക്കടിയിൽ, ഭൂമിക്ക് മുകളിൽ താമസിക്കാൻ വയ്യ. അപ്പോൾ ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഖമനയി ഭൂമിക്കടിയിലെ ഏതോ ഇറാന്റെ സഹായം ഇവർ തേടുന്നുണ്ട്. ഇറാന്റെ സഹായം, ഇറാനാണല്ലോ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പ്രോക്സി ആണല്ലോ ഹിസ്ബുള്ള ആണേലും ഹൗത്തി ആണേലും ഹമാസ് ആണേലും ഇറാന്റെ പ്രോക്സിയാണ്. അവർ പറയുന്നുണ്ട്, മുമ്പൊരിക്കൽ പറഞ്ഞല്ലോ, ഇറാൻ പറഞ്ഞു ഞങ്ങൾ ഈ ഇസ്രായേലിനെ തിരിച്ചടിക്കും, ഇറാഖിലുള്ള ഞങ്ങളെ പ്രോക്സികളെ ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇറാഖിലെ പ്രോക്സികൾ പറഞ്ഞു ഞങ്ങൾക്ക് നേരെ ഒന്നുമില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ നേരമില്ലെന്ന് പറഞ്ഞാൽ അവരുടെ പാട്ടിന് പോയി. ഏതായാലും നമ്മൾ നോക്കുമ്പോൾ ഈ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. കൊടുമ്പിരിക്കൊള്ളുന്നത് ഏകപക്ഷീയമാണ്. ചെറുക്കാനുള്ള ശേഷി 20,000-ഓളം ആളുകളെ വീണ്ടും അവർ ഹമാസിന് ഇപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഇവർക്ക് ഒരു തോക്കുയർത്തി ചെറുക്കാനുള്ള ശേഷിയില്ല. അവർക്ക് വലിയ ട്രെയിനിങ് ഒന്നും കിട്ടിക്കാണത്തില്ല. നിർബന്ധം നമ്മൾ ഗസയിൽ നിന്ന് വാർത്ത വന്നിരുന്നു, ഈ ഹമാസ് വിട്ടുപോകണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഖാൻ യൂനിസിൽ ഉൾപ്പെടെ പലസ്തീനികൾ ഹമാസിനെതിരെ പ്രതിഷേധമായിട്ട് ഇറങ്ങിയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അത് വലിയ തോതിൽ നിരന്തരം യുദ്ധം, മരണം, എല്ലാ ദിവസവും മരണം, എല്ലാ ദിവസവും ബോംബ്, എല്ലാ ദിവസവും വെടിയുണ്ട, എല്ലാ ദിവസവും കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. എങ്ങനെ ജീവിക്കും? ഈ യുദ്ധം കൊണ്ട് ഞങ്ങൾക്കിനി മടുത്തു, സമാധാനമായി ജീവിച്ചാൽ മതി എന്ന തരത്തിലേക്ക് പലസ്തീനികളും മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പഴയ പോലെ ഹമാസിന് ഈ ചെറുക്കാൻ വേണ്ടി ഇറങ്ങാൻ കഴിയുന്നില്ല. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കിനി 59 ബന്ദികളെ കിട്ടാറുണ്ട്. ഈ 59 പേരെ തിരിച്ച് കിട്ടണം, ജീവനോടെ അല്ലാതെ തിരിച്ചു കിട്ടണം. ആ കരാറിൽ നിന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ട പോലെ ബന്ദികളുടെ മോചനത്തിന് ഹമാസ് തയ്യാറായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വെടിനിർത്തൽ. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഗസ യുദ്ധം അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് അമേരിക്ക കൊടുത്തിട്ടുള്ള ഒരു ഓപ്പൺ ഹാൻഡ് ഉണ്ട്, തുറന്ന ചെക്കുണ്ട്. ഗസയുടെ കാര്യത്തിൽ ഇസ്രായേലിന് എന്ത് ചെയ്യാം. മാത്രമല്ല ഗസയെ സംബന്ധിച്ച് ട്രംപിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 1000 വ്യോമാക്രമണം നടത്തി ഇതുവരെ ഇസ്രായേൽ കയറിയിട്ടില്ലാത്ത ഒരു മേഖല കൂടി തങ്ങളുടേതാക്കി മാറ്റിക്കൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ഇനി അതിമാരകമായ ആക്രമണങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാവും. മാത്രമല്ല ഞങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗമാക്കി ഗസയെ മാറ്റും എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം, വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ആശയം പണ്ടേ ഇവർക്ക് മുന്നിലുണ്ട്. ആ ആശയം ഞങ്ങൾ പതുക്കെ നടപ്പാക്കുകയാണ് എന്നതിൻ്റെ സൂചനയുടെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്ത് മൊറാഗ് ഇക്കാലം അത്രയും യുദ്ധം നടന്നിട്ട് ഒരു ഇസ്രായേലി പട്ടാളക്കാരൻ പോലും കയറിയിട്ടില്ലാത്ത മൊറാഗിലേക്ക് ഇസ്രായേൽ സേന ഇന്നലെ കടന്നു കയറി അത് പിടിച്ചെടുത്തു എന്നത് നൽകുന്ന സൂചന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.